ഹരി ഓം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 22 അധ്യായം. ദ്വാവിംശതിതമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ ദ്വാവിംശതിതമോധ്യായഃ. രാജോവാച യദേതദ്ഭഗവതാ ആദിത്യസ്യ മേരും ധ്രുവം ച പ്രദക്ഷിണേന പരിക്രാമതോ രാശീനാം അഭിമുഖം പ്രചലിതം ച പ്രദക്ഷിണം ഭഗവതോപവർണിതം അമുഷ്യ വയം കഥം അനുമിമീം അഹി ഇതി അനുമമീം അഹി ഇതി. പരീക്ഷിത രാജാവ് ചോദിക്കുന്നതായിട്ടാണ്. രാജോവാച, ഈ ഭഗവാനായ ആദിത്യൻ മേരുവിനെയും ധ്രുവമണ്ഡലം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. സഞ്ചരിക്കുന്ന അപ്രദക്ഷിണമായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ഭഗവാൻ അത് എങ്ങനെയാണ് അത് അങ്ങനെ വന്നത് എന്ന്, അത് പ്രദക്ഷിണമായിട്ടല്ല അപ്രദക്ഷിണമായിട്ടാണ് എന്ന് അത് എങ്ങനെയാണെന്ന് അറിയിക്കണം. അപ്പം അന്ന് നമുക്കത് മനസ്സിലാക്കുന്നത് എന്താ, ഈ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആൾക്കാർ എഴുതി വെച്ചിരുന്നതാണ് ഈ ഓരോ ഗോളങ്ങളും ഓരോ ഈ മണ്ഡലങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്കന്നേ അറിയായിരുന്നു. സൂര്യൻ ഉദിക്കുക അസ്തമിക്കുക എന്ന് പറയുന്നത് സൂര്യൻ ചെയ്യുന്ന ഒരു ജോലിയല്ല, ഭൂമിയുടെ ചുറ്റൽ അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കം, സൂര്യൻ്റെ കറക്കം, ഇതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ഇന്നത്തെ ശാസ്ത്രജ്ഞരായിട്ടുള്ള ആൾക്കാർക്ക് എന്തുമാത്രം ഗവേഷണ ബുദ്ധി അന്നത്തെ ആൾക്കാർക്ക് ബുദ്ധിശക്തി ഉണ്ടായിരുന്നെന്ന് ഓർക്കുക. ഈ സാങ്കേതികമായ ഒരു കാര്യങ്ങളുണ്ടാക്കാതെ പ്രത്യേകിച്ചുള്ള ഇതൊന്നും അല്ലാതെ അവരുടെ അറിവ് എങ്ങനെ ഉണ്ടായെന്ന് നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അതെങ്ങനെ ഉണ്ടായ അറിവാണ്, അതെങ്ങനെ നശിച്ചു പോയെന്നും. നമ്മളിപ്പോൾ പുതിയ സയൻസാണല്ലോ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത് ഇങ്ങനെയാണെന്നും ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമിക്ക് കറക്കമുണ്ടെന്നും ഭൂമിക്ക് അച്ചുതണ്ടുണ്ടെന്നും ഇതൊക്കെ നമ്മൾ അനുമാനിച്ചുണ്ടാക്കിയ ഓരോ കാര്യങ്ങൾ. ഇത് പക്ഷേ അന്നേ അറിയാമായിരുന്നു. അതാണ് ഇതിനകത്തെ ആദിത്യ, അതായത് ഈ സൂര്യനാണ് ഭൂമണ്ഡലത്തിലെല്ലാം പ്രദക്ഷിണം വെക്കുന്നതായിട്ട്, അത് അപ്രദക്ഷിണമായിട്ടാണെന്ന്. ഇങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇടത്ത് വശത്തൂടെ പോയല്ലേ അമ്പലത്തിൻ്റെ തൊഴുതിട്ട് ഇടത്ത് വശത്തോട്ട് നമ്മുടെ ഇടത്തോട്ട് ചെരിഞ്ഞാണ് പോകുന്നത്. ഇത് തിരിച്ചാണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചെന്ന് ഞാൻ അത്രയൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. യദേതദ് ഭഗവതാ ആദിത്യസ്യ മേരും ധ്രുവം ച പ്രദക്ഷിണേന പരിക്രാമതോ രാശീനാം അഭിമുഖം പ്രചലിതം ച പ്രദക്ഷിണം ഭഗവതോപവർണിതം അമുഷ്യ വയം കഥം അനുമിമീം അഹി ഇതി. അനുമിമീം അഹി ഇതി. അങ്ങനെ അങ്ങ് വായിച്ചാൽ മതി. അനുമമീം അഹീതി, ഇതി എന്നുണ്ട് അവിടെ. ഇങ്ങനെ അഹീതി എന്ന് വന്നത് അഹി ഇതി. അനുമമീം അത് എങ്ങനെയാണ് അനുമാനിക്കുന്നത്? നിങ്ങളത് നേരത്തെ എങ്ങനെയാണ് അനുമാനിച്ച് പറഞ്ഞതാണല്ലോ, ഒരു ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. അത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത് ചോദിക്കുന്നത്. നമുക്ക് ബാക്കി അടുത്തത് വായിക്കാം. സഹോവാച യഥാ കുലാലചക്രേണ ഭ്രമദാ സഹ ഭ്രമതാം തദാശ്രയാണാം പിപീലികാദീനാം ഗതിരന്യൈവ പ്രദേശാന്തരേഷു അപി ഉപലഭ്യമാനത്വാത് ഏവം നക്ഷത്രരാശിഭിരുപലക്ഷിതേന കാലചക്രേണ ധ്രുവം മേരും ച പ്രദക്ഷിണേന പരിധാവതാ സഹ പരിധാവമാനാനാം തദാശ്രയാണാം സൂര്യാദീനാം ഗ്രഹാണാം ഗതിരന്യൈവ നക്ഷത്രാന്തരേ രാശ്യന്തരേ ച ഉപലഭ്യമാനത്വാത് ഒന്നിച്ചത്. ഭ്രമതാം സഹ യഥാ കുലാലചക്രേണ, കുലാല ചക്രം കൊണ്ട്
തിരിയുന്നത് പോലെ പ്രമദാം തിരിയുന്നതും തത് ആശ്രയാണ് അതിനെ ആശ്രയിച്ചിരിക്കുന്നതായ പിപീലികാധീന പിപീലിക ഉറുമ്പ് പോലത്തെ ചെറിയ ജീവികൾ ഗതി ഗമനം അവൻ്റെ ഗമനം അന്യായേവ മറ്റു വിധത്തിൽ തന്നെ പ്രദേശാന്തരേഷു വാക്കുകളെന്ന് പറഞ്ഞാൽ മതിയല്ലോ പ്രദേശാന്തരേഷു ഉപലഭ്യമാനത്വാത് അപി എന്നൊരു വാക്കുകൂടെ ഉണ്ട് അവിടെ കേട്ടോ. അപി ഉപലഭ്യമാനത്വാത് ഏവം ആ വാക്കുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. നക്ഷത്രരാശിഭിർ ഉപലഭ്യമാനത്വാത് നക്ഷത്രരാശിഭിർ ഉപലക്ഷിതേന അതായത് ഉപലക്ഷിതേന നക്ഷത്രരാശിഭി ഉപലക്ഷിതേന നക്ഷത്രരാശികളുടെ കൂടിയതുമായ കാലചക്രേണ ധ്രുവം മേരും ച പ്രദക്ഷിണേന പരിധാവത സഹ അവിടെ മര്യാദയാണ് സഹ അവിടെ വന്നത്. ചുറ്റിത്തിരിയുന്നു പരിധാവമാനാനാം തദാശ്രയാണാം സൂര്യാദീനാം ഗ്രഹാണാം ഗതിരന്യൈവ ഒന്നിച്ചു മതി. ഗതിരന്യൈവ ഗതിഹി അന്യ ഏവ ഗതിരന്യൈവ ഗതിരന്യൈവ നക്ഷത്രാന്തരെ രാശി ച ഉപലഭ്യമാനത്വാത് കിട്ടിയല്ലോ. സയേഷ ഭഗവാനാദിപുരുഷ ഏവ സാക്ഷാത് നാരായണോ ലോകാനാം സ്വസ്ഥയാത്മാനാം ത്രയീമയം കർമ്മവിശുദ്ധിനിമിത്തം കവിഭിരപി ച വേദേന വിജിജ്ഞാസ്യമാനോ ദ്വാദശധ വിഭജ്യ ഷട്സു വസന്താദിഷു ഋതുഷു വസന്തം മുതലായ ആദിയായ ഋതുഷു ഷട്സു ഋതുഷു 6 കാലങ്ങളാണ് ഉള്ളത്. ഋതുക്കൾ 6 ഋതുക്കളുണ്ട്. നമ്മുടെ പോലെ 4 അല്ല, വടക്കേ ഇന്ത്യയിലൊക്കെ 6 ഉണ്ട്. വസന്തം, ഹേമന്തം എന്നൊക്കെ പറയാറില്ലേ. അതെണ്ണത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. പക്ഷേ ഇങ്ങനെ നമ്മളെ പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം. ചില വസന്തകാലമാണ്, ഹേമന്തകാലം, ശൈത്യം, ശീതകാലമാണെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ 6 എനിക്കറിയാമായിരുന്നു, മറന്നുപോയതാണ്. ഋതുക്കൾ വസന്താദിഷു ഋതുക്കൾ വസന്തം പോലെയുള്ള 6 ഋതുക്കൾ. ഷട്ട് എന്ന് പറഞ്ഞാൽ 6. യഥോപജോഷം ഋതുഗുണങ്ങളെ ശീതോഷ്ണ ആദികളെ അത് ശീതോഷ്ണമൊക്കെയുള്ള വിദഗ്ധാദി ഉണ്ടാക്കുന്നു. അതും അതെ ഈ ഭൂമിയുടെ ചുറ്റൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അതൊക്കെ ഈ ഭാഗം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ, ഇത് കുറച്ച് ഈ ഭാഗം ഇതെവിടെയൊക്കെ കിട്ടിയത് ഉള്ളതെടുത്ത് ഭാഗവതത്തിനകത്ത് വെച്ചതാണ് നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവിടെ ഭാഗവതത്തിനകത്ത് ഇതിനകത്ത് യാതൊരു ബന്ധവും ഉള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ചോദ്യം ഉത്തരവായിട്ട് അതങ്ങ് എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നെന്ന് ഓർത്തോളുക. ഈ ഭാഗം കാണുമ്പോൾ നമ്മളെല്ലാവരും ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തിട്ടുണ്ട് ഇതെന്തിനാണ് ഇതിങ്ങനെ വെച്ചത്. അപ്പോൾ സ്വാമിജി പറഞ്ഞു തന്നാൽ ഇതെവിടെയോ നഷ്ടപ്പെട്ടു പോയത് ഏതോ ഇതിൻ്റെ ഭാഗമാണ്. അത് കിട്ടിയതത്രയും അവരത് സൂക്ഷിച്ചു വെച്ചു. ഇത് പക്ഷേ ഇതിൻ്റെ ഉപോത്ബലകമായിട്ട് ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളതും അറിയാമായിരിക്കാം. അതുപോലെ സാഖ്യശാസ്ത്രം പറയുന്നതും അങ്ങനെ തന്നെ. സാഖ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ശാസ്ത്രം ഉണ്ടായിരുന്ന വലിയ വിപുലമായിട്ടുണ്ടായിരുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, നമുക്കില്ല. അതിൻ്റെ ഭാഗവും ഭാഗവതത്തിൽ ചേർത്ത് വെച്ചിരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കാൻ. കാരണം ഈ ഗ്രന്ഥം വേറെ ആരും തൊട്ട് കൈകാര്യം ചെയ്യുകയല്ലോ. പക്ഷേ നമ്മുടെ മതഗ്രന്ഥത്തിനകത്തോട്ട് നമ്മുടെ അന്നത്തെ കാലത്തുള്ള ഋഷിമാരുടെ എല്ലാ തരത്തിലുള്ള അറിവുകളും ഈ നക്ഷത്രാദികളെക്കുറിച്ചുള്ള അറിവുകളൊക്കെ അവർക്കുണ്ടായിരുന്നു. അതുപോലെ സാഖ്യശാസ്ത്രം എന്ന് പറഞ്ഞ് വേറൊരു ശാസ്ത്രം, ആ ഒരു രീതിയിലുള്ള, അങ്ങനെ നമുക്കിപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന സയൻസും ഒക്കെ പോലെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മനനം ചെയ്യുന്നതില്ലേ ജിയോളജി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം അന്നും.
ഇപ്പം നമ്മളോരോ പേരിട്ട് ഇപ്പോൾ അതിനെ ഇംഗ്ലീഷ് പേരിട്ട് വിളിക്കുന്നതുകൊണ്ട് അത് വലിയൊരു കാര്യമാണെന്ന് തോന്നുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ അന്നത്തെ ആൾക്കാർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ലാതല്ല, എന്തൊക്കെയോ ധാരണയുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് മുഴുവൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് നളന്ദ തക്ഷശിലയൊക്കെ ആക്രമിച്ച് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ അന്ന് നശിച്ചു പോയതായിരിക്കാം ഒരു പക്ഷേ. അതിനകത്തെ ഭാഗങ്ങൾ നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചു വെച്ചു അവർ. പഴയ ആൾക്കാരുടെ ബുദ്ധി ഓർത്ത് നോക്കി. ഇതാകുമ്പോൾ ആരും വേറെ പഠിക്കത്തില്ല, ഈ ഭാഷയും പഠിക്കുകയല്ലോ. അല്ല അഥവാ പഠിച്ചാൽ തന്നെ ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം അറിയാനും വയ്യ. അങ്ങനെയാണിത് വന്നത്. അത് നിങ്ങളുടെ ഒരു അറിവിലേക്കായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഇതുമായിട്ട് കൂട്ടി ഇണക്കിയിട്ടുണ്ട് വ്യാസഭഗവാൻ. അദ്ദേഹം ഒരു വലിയ ധിഷണാശാലിയായിരുന്നല്ലോ, ദീർഘവീക്ഷണമുള്ള ആളുമായിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം ശരിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എല്ലാം പറഞ്ഞല്ലോ നമ്മളെല്ലാ വാക്കുകളും അതിനകത്ത്. അതല്ലേ സ യേശ കവിഭി വേദേന സ യേശ ഭഗവാൻ ആദിപുരുഷ ഏവ സാക്ഷാത് നാരായണോ ലോകാനാം സ്വസ്ഥയ ആത്മാനം ത്രയീമയം കർമ്മവിശുദ്ധി നിമിത്തം കവിഭിർ അപി ച വേദേന വിജിജ്ഞാസ്യമാനോ ദ്വാദശധാ വിഭജ്യ ഷട്സു വസന്താദിഷു ഋതുഷു യഥോപജോഷം ഋതുഗുണാൻ ഋതുഗുണങ്ങളെ. ഋതുവിൻ്റെ ഗുണം എന്താണെന്നെങ്കിൽ തണുപ്പ്, അല്ലെങ്കിൽ ചൂട്, അല്ലെങ്കിൽ നല്ല സുന്ദരമായ കാലാവസ്ഥ, നല്ല വസന്തം, പൂക്കളൊക്കെ ധാരാളം ഉണ്ടാകുന്ന സമയം, ഹേമന്തം തണുപ്പ് ആയിട്ടുള്ളത്, അങ്ങനെ ശൈത്യം, അതാ പേരുകളാണ്. വിദധാതി, എപ്പോഴും ഞാൻ പേരുകൾ പറയുമ്പോൾ ഞാൻ ഓർത്ത് പറയാം നിങ്ങളോട്. പിന്നെ തതേതം ഇഹ പുരുഷാസ്ത്രയ്യാ വിദ്യയ വർണ്ണാശ്രമാചാരാനുപഥ ഉച്ചാവചൈ കർമ്മഭിർ ആംനാദൈർ യോഗവിധാനൈശ്ച ശ്രദ്ധയാ യജന്തോഞ്ചസ ശ്രേയ സമധിഗച്ഛന്തി. അത് ഇഹ തതേതമിഹ താം ഏതം എന്നാണ്. തം ഏതം ഇഹ പുരുഷസ്ത്രീയ വിദ്യയ. ഇഹ പുരുഷ എന്നാണ് ഈ വർണ്ണാശ്രമ ആചാരങ്ങളെ അനുസരിക്കുന്ന പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾ, ജനങ്ങൾ, സൂര്യസ്വരൂപനായ ആ മഹാപുരുഷനെ, സൂര്യസ്വരൂപൻ, അതാണ് സൂര്യൻ്റെ ബലം വരുന്നത്. വേദവിദ്യ കൊണ്ടും വേദോക്തങ്ങളായ അഗ്നിഹോത്രം, സന്ധ്യോപാസനം മുതലായ ബഹുവിധ കർമ്മങ്ങൾ കൊണ്ടും അത് പൂജിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ചേർത്തു ആ കാര്യം. കണ്ടോ, സൂര്യനെ ഉപാസിച്ചിരുന്നെന്ന് ചേർത്ത് വച്ചിരിക്കുകയാണ് ഇതിനകത്തോട്ട്. ശ്രദ്ധാപൂർവം പൂജിച്ച് പ്രയാസം കൂടാതെ ശ്രേയസ്സിനെ പ്രാപിക്കുന്നു. അത് സൂര്യനെ പൂജിച്ചാൽ അഗ്നിഹോത്രം, സന്ധ്യോപാസനം, അങ്ങനെ പല സന്ധ്യകൾ വരുന്നത് എപ്പോഴും സൂര്യനെ ആശ്രയിച്ചാണല്ലോ. അങ്ങനെ സൂര്യനെ ഉപാസിച്ചതുകൊണ്ട് ശ്രേയസ്സിനെ പ്രാപിക്കുന്നുവെന്ന് കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ ഇതിവിടെ ഭാഗവതത്തിനകത്ത് ഉൾപ്പെട്ടല്ലോ. തമേതം ഇഹ പുരുഷാസ്ത്രയ്യാ വിദ്യയാ വർണ്ണാശ്രമാചാരാനുപഥ അനുപഥ. ഒന്നിച്ച് വായിച്ചാൽ മതി. ആംനാദൈ ഉച്ചാവചൈ കർമ്മഭിർ ആംനാദൈർ രാ എന്നുള്ളിടത്ത് ആ വായിക്കണം. കർമ്മഭിർ എന്ന് വായിച്ചു കഴിഞ്ഞാൽ ആംനാദൈർ യോഗവിധാനൈശ്ച ശ്രദ്ധയാ യജന്തോ അഞ്ജസാ ശ്രേയ സമധി ഗച്ഛന്തി. അധ സ യേഷ ആത്മാലോകാന ദ്യാവാ പൃഥിവ്യോരന്തരേണ ദ്യാവാ പൃഥിവികളുടെ അന്തരേണ ദ്യാവാ പൃഥിവി ഭൂമി, ദ്യോവ് ആകാശം, അന്തരേണ നഭോവലയസ്യ ആകാശമണ്ഡലത്തിൻ്റെ ആകാശം നഭോവലയസ്യ കാലചക്രഗതോ ദ്വാദശമാസാൻ ഭുങ്ക്തേ രാസി സംജ്ഞാൻ സംവത്സര അവയവാൻ 12 മാസങ്ങളാക്കി തീർത്തിരിക്കുന്നു. അതും ഉണ്ടല്ലോ ഇതിനകത്ത്. 5000 വർഷം മുമ്പ് എഴുതിയ പുസ്തകമാണെന്ന് ഓർക്കണേ.
6 മാസപക്ഷദ്വയം ദിവാനക്തം ചേതി സപാദക്ഷദ്വയം പക്ഷദ്വയം 2 പക്ഷം ഉപദിശന്തി 2 പക്ഷം, അതായത് ചന്ദ്രൻ വരുന്നത് 2 പ്രാവശ്യമല്ലേ, അപ്പോൾ 2 പ്രാവശ്യം ചന്ദ്രൻ്റെ ആ ഒന്ന് പൂർണ്ണചന്ദ്രനും ഒന്ന് കറുത്ത ഭാവം പിറ്റേ ദിവസം തൊട്ട് മേറെയായി. ചന്ദ്രമാസ പ്രകാരം അതാണ് വടക്കേ ഇന്ത്യയിലൊക്കെ ചന്ദ്രമാസം ഇപ്പോഴും അതാണ് ചന്ദ്രമാസമാണ് ചാന്ദ്രമാസം എന്ന് പറയും. അതാണ് നമ്മൾ വൈശാഖമൊക്കെ വരുന്നത്. നമ്മുടെ ഈ അത് ശാഖായിറ നമ്മൾ പഠിക്കുന്നത് ശാഖായിറ എന്ന് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് ശകവർഷം. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത് മലയാള മാസം പറയുന്നത് കൊല്ലവർഷം, മറ്റേത് റോമൻ കലണ്ടർ നമ്മൾ ഇപ്പം ജനുവരി ഫെബ്രുവരിയൊക്കെ. പക്ഷദ്വയം മാസം ദിവാനക്തം പകലും രാത്രിയും, മാസം സപാദക്ഷദ്വയം നക്ഷത്രമാസം. ഇത് ഇങ്ങനെ ബഹുവിധത്തിൽ ഉപദേശന്തി പറയുന്നു. യാവത എത്ര സമയം കൊണ്ട് 1/6 ഭാഗം ഭുജിക്കുമോ സ വൈ ആ സമയം തന്നെ സംവത്സരത്തിൻ്റെ അവയവമായ ഋതു എന്ന് ഉപദേശിക്കപ്പെടുന്നു. അതായത് ചന്ദ്രമാസ പ്രകാരം പക്ഷദ്വയം മാസം 2 പക്ഷങ്ങളാണ്. പിതൃക്കളുടെ ഒരു പകലും ഒരു രാത്രിയും കൂടിയത് 1 മാസം. സൂര്യമാന പ്രകാരം 2.25 നക്ഷത്രം 1 മാസം. ഒന്നും നമുക്ക് വിഷയമല്ല കേട്ടോ. അതൊന്നും അത് വിസ്തരിച്ച് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മറ്റേത് നോക്കാമേ. ഒന്നുകൂടെ എല്ലാം വായിച്ചതെല്ലാം കിട്ടിയെന്ന് തോന്നുന്നു വാക്കുകൾ. മാസപക്ഷദ്വയം ദിവാ നക്തം ചേതി ചൈതിയാണ്. സപാദക്ഷദ്വയം അവിടെ തിരുത്താനുണ്ട് കേട്ടോ. സപാദക്ഷദ്വയം പിന്നെ വെട്ടിയിട്ട് ഉപദിശന്തി യാവത ഷഷ്ടമംശം ഭുഞ്ചിത സ വൈ ഋതുരീതി ഉപദിശ്യതേ ഋതുരീതി ഉപദിശ്യതേ. അങ്ങനെ ആക്കിക്കോ. സംവത്സര അവയവ അതൊക്കെ തിരുത്തിയിട്ട് വായിക്കുമ്പോൾ ഞാനിത് കേൾക്കണേ. അല്ലാതെ ഞാൻ വായിക്കുന്നത് കേട്ടിട്ട് അതുപോലെ വായിച്ച് ശരിയാക്കാമെന്ന് ഓർക്കരുത്. തിരുത്തിയതിന് ശേഷം തിരുത്തിയതായിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. എത്ര സ്പീഡിൽ പോയാൽ മതി, സ്പീഡിലായിക്കോളും. ഒന്നിച്ച് വായിച്ചാലും പിരിച്ച് വായിച്ചാലും സ്പീഡിൽ വായിച്ചോ, കുഴപ്പമില്ല. പക്ഷെ പിരിച്ച് തന്നെ വായിച്ച് പഠിച്ചാൽ മതി. അഥ ച യാവതാർത്ഥേന നഭോവിദ്യാം പ്രചരതി തം കാലം അയനമാചക്ഷതേ. അഥ ച പിന്നെയും യാവത അർത്ഥേന യാവതാ നീട്ടുണ്ട് കേട്ടോ. യാവതാ അർത്ഥേന പകുതി ഭാഗം പ്രചരതി സഞ്ചരിക്കുമോ, നഭോവിദ്യാം നഭസിൽ കൂടി സഞ്ചരിക്കുമോ, ആകാശമാർഗത്തിൽ കാലത്തെ അതിനെ തം കാലം ആ കാലത്തെ അയനം ആചക്ഷത്തെ അയനം എന്ന് പറയുന്നു. അത് ഭാഗത്തു കൂടെ പകുതി ഭാഗം സഞ്ചരിക്കുവാനുള്ള കാലം എത്ര വേണ്ടി വരുമോ അതിനെ ആ കാലത്തിനെ ഒരയനം എന്ന് പറയുന്നു. പകുതി സഞ്ചരിക്കാനുള്ള കാലത്തിനെ അയനം എന്ന് പറയുന്നു. അഥ ച യാവത് നഭോമണ്ഡലം സഹ ദ്യാവാപൃഥിവ്യോർമണ്ഡലാഭ്യ ദ്യാവാപൃഥിവ്യോ ദ്യോവിൻ്റെയും ഭൂമിയുടെയും മണ്ഡലം ഭൂമിയുടെയും മണ്ഡലാഭ്യാം കാസ്ന്യേന സഹ ഭുഞ്ചിത കാസ്ന്യേന പൂർണ്ണമായിട്ട് കാസ്ന്യേന സഹ ഭുഞ്ചിത തം കാലം സംവത്സരം അതിനെ സംവത്സരം എന്ന് പറയുന്നു. മറ്റേതിനെ അയനം എന്ന് പറയുന്നു. 1 വർഷത്തിനെ സംവത്സരം എന്ന് പറയുന്നു. സൂര്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന സഹ എന്ന് പറഞ്ഞിരിക്കുന്ന സൂര്യനെയാണ്. സൂര്യൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഭുജിക്കുമോ തം കാലം ആ കാലത്തെ സംവത്സരം എന്നും മറ്റും ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ മന്ദത ശീഘ്രം എന്ന് പറയത്തില്ലേ, പെട്ടെന്ന് ശൈഖ്രിയ അതിന് വേഗം നാമരൂപമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ വേഗം സമഗതിഭി എന്നിവ കൊണ്ട് സമാമനന്തി പറയുന്നു.
അതൊക്കെ മാസങ്ങൾ കാലത്തിനെക്കുറിച്ചുള്ളൊരു ഒരു വിവരണമാണത്. അതും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വാക്കുകൾ ഭംഗിയായിട്ട് പറഞ്ഞാൽ മതി. പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരമിതി ഭാനോർ മാന്ദ്യ ശൈഘ്ര്യ സമതി ഗഭി സമഗതിഭി സമഗതിഭി ഒരു ആ പോക്കിൻ്റെ വേഗം സമഗതിഭി സമാമനന്തി. ഒന്നുകൂടെ വായിക്കണോ? അഥ ച യാവൻ നഭോമണ്ഡലം സഹ ദ്യാവാ പൃഥിവ്യോർ മണ്ഡലാഭ്യാം കാസ്നേന സഹ ഭുഞ്ജീതത്വം കാലം സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം. 3 എണ്ണമാണ്. പരിവത്സരം, ഇടാവത്സരം, വത്സരം, അനുവത്സരം 4 എണ്ണം. വത്സരം ഇതി പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരം. ഇപ്പം 4 എണ്ണം അല്ലേ? ഭാനോർ മാന്ദ്യ ശൈഘ്ര്യ സമഗതിഭി സമാമനന്തി. ഏവം ചന്ദ്രമ അർക്ക ഗഭസ്ഥിഭ്യ ഉപരിഷ്ടാത് തേനാക്കുക. പിന്നെ ലക്ഷയോജനത ഉപലഭ്യമാനോർക്കസ്യ അർക്കസ്യാണ്. ഉപലഭ്യമാനോ അർക്കസ്യ മാനോ അർക്കസ്യല്ല, ഉപലഭ്യമാന അർക്കസ്യാണ് ഉപലഭ്യമാനോർക്കസ്യായത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓ കഴിഞ്ഞ് വരുന്ന പ്രശ്ലേഷത്തിനെ ശ്രദ്ധിക്കുക. അവിടെ ആകാരം പറഞ്ഞതിന് ശേഷമേ അതായത് ഉപലഭ്യമാന അർക്കസ്യാന്നേ പറയാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഉപലഭ്യമാനോർക്കസ്യ എന്ന് അല്ലെങ്കിൽ ഒന്നിച്ച് പറയുക. നമ്മുടെ ആ രീതിയാണ് ഏറ്റവും അഭികാമ്യം. യോജനത ഉപലഭ്യമാനോർക്കസ്യ സംവത്സര ഭുക്തിം പക്ഷാഭ്യാം മാസഭുക്തിം സപാദർക്ഷാഭ്യാം ദിനേനൈവ പക്ഷഭുക്തി അഗ്രചാരി തരഗമനോ ദ്രുതതരഗമന. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഒറ്റ വാക്കാത്. നിങ്ങൾക്ക് ദ്രുതത അഗമനോ എന്ന് വായിക്കരുത്. ദ്രുതതരഗമനോ, അതിനാണ് ഞാൻ ദ്രുത കഴിഞ്ഞ് കോമ ഇടാൻ പറഞ്ഞത്. ദ്രുതതരഗമനോ ഭുങ്ക്തേ. ഏവം ചന്ദ്രമ അർക്ക ഗഭസ്ഥിഭ്യ ഉപരിഷ്ടാത് ലക്ഷയോജനത ഉപലഭ്യമാനോർക്കസ്യ സംവത്സരഭുക്തിം പക്ഷാഭ്യാം മാസഭുക്തിം സപാദർക്ഷാഭ്യാം ദിനേനൈവ പക്ഷഭുക്തിം അഗ്രചാരി ദ്രുതതരഗമനോ ഭുക്തേ. ദ്രുത കഴിഞ്ഞ് കോമ ഇടണേ. അധ ചാപൂര്യമാണാഭിശ്ച ചാപൂര്യമാണാഭി ച അധ ചാപൂര്യമാണാഭിശ്ച അധ ച ആപൂര്യമാണാഭി ച എന്നാണ് വാക്ക്. അധ ച പ്ലസ് ആപൂര്യമാണാഭി പ്ലസ് ച. മനസ്സിലായോ? കാലാഭിരമാണ അമരാണം. കാലാഭിരമരാണ. കാലാഭി കഴിഞ്ഞിട്ട് അരാ വെട്ടിട്ട് ആയാക്കുക. കാലാഭിരമരാണ എന്ന് വായിക്കാം. അപ്പം ഒന്നും വെട്ടണ്ട. കാലാഭി കഴിഞ്ഞിട്ട് രായ്ക്കും മായ്ക്കും ഇടയ്ക്കാം കേട്ടോ. രായുടെയും മായുടെ ഇടയ്ക്ക് ഒരാ എഴുതി വെക്കുക മുകളിൽ. കാലാഭിരമരാണ എന്ന് വായിക്കും. അപ്പം മനസ്സിലായോ? അമരാണമെന്ന് കേൾക്കണം, അതേ ഉള്ളൂ. അതുകൊണ്ട് ആ രായുടെയും മായുടെ ഇടയ്ക്കാണ് വെക്കേണ്ടത്, ഭീയുടെ ഇടയിലല്ല. അല്ലെങ്കിൽ കാലാഭി അരമരാണമെന്ന് വായിക്കും. മനസ്സിലായി? അങ്ങനെയല്ല. കാലാഭിർ അമരാണാം. ക്ഷീയമാണാഭിശ്ച കാലാഭി പിതൃണാം എന്നാക്കുക. പിന്നെ മാ വെട്ടിയിട്ട് അഹോരാത്രാണി പൂർവപക്ഷാപരപക്ഷാഭ്യാം. പൂർവപക്ഷ അപരപക്ഷം എന്നാണ്. പൂർവപക്ഷ അപരപക്ഷാഭ്യാം. പൂർവപക്ഷ കഴിഞ്ഞിട്ട് ആ ദീർഘം ആയിക്ക് പകരം വെച്ചിരിക്കുന്ന പൂർവപക്ഷ അപരപക്ഷാഭ്യാം. ആ ക്ഷായുടെയും പായുടെ ഇടയ്ക്ക് ആ വരണം. ഇക്ഷായുടെയും പായുടെ ഇടയ്ക്ക് പൂർവപക്ഷ അപരപക്ഷാഭ്യാം. ഇപ്പം തിരുത്തി എഴുതി വെക്കണം. വായിച്ച് കേട്ടോണ്ടിരിക്കുമ്പോൾ പെൻസിലും കൊണ്ട് വായിച്ച് കേൾക്കുന്ന സമയത്ത് അവിടെ ആ എഴുതുക. അതിനുള്ള സമയം ഞാൻ തരുന്നുണ്ട്. വിതന്വാന
സർവജീവ നിവഹ പ്രാണോ സർവജീവ നിവഹ പ്രാണോ സർവജീവ നിവഹ പ്രാണോ ജീവ നിവഹ പ്രാണോ ജീവശ്ചൈകമേകം ജീവ ച ഏകമേകം ദീവശ്ച ഏകമേകം ദീവശ്ചൈകമേകം ജീവ ച ഏകം ഏകം 2 ഏകമുണ്ട്. ജീവ ച ഏകമേകം. നക്ഷത്രം ത്രിംശത മുഹൂർത്തൈർ ഭുങ്ക്തേ. അവിടെ ഒന്നും ചെയ്യാനില്ല. മുഹൂർത്തൈർ കഴിഞ്ഞിട്ടൊരു കോമ ഇടുക, ഭുങ്ക്തേ എന്ന് വായിക്കുക. കലാഭിരമരാണ മാത്രം ഒന്ന് അടിയിൽ വരച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് എഴുതുക കലാഭിർ അമരാണ എന്ന്. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. ചാപൂര്യമാണാഭിശ്ച അതിന് കുഴപ്പമില്ല. ച ആപൂര്യമാണാഭി ച. ഉശനസ ബുധോ വ്യാഖ്യാത തത ഉപരിഷ്ടാത് വ്യാഖ്യാതഃ തത ഉപരിഷ്ടാത്. സ വേണ്ട. അല്ലെങ്കിൽ ഉശനസ ബുധോ വ്യാഖ്യാതസ്തത ഉപരിഷ്ടാത് ലക്ഷയോജനതോ ബുധ സോമസുത ഉപലഭ്യമാന. ബുധൻ സോമൻ്റെ പുത്രനാ, ചന്ദ്രൻ്റെ പുത്രനാന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഇളാവൃതത്തിൻ്റെ കാര്യം പഠിച്ചെടുത്ത് വരുന്ന കഥയാണ്. ഇത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. നേരം കിട്ടിയില്ലല്ലോ. പിന്നെ ഒന്ന് ദേവീഭാഗവതത്തിനകത്ത് ഒന്ന് വിശദമായിട്ട് നോക്കിയിട്ട് വേണമെന്ന് പറയാൻ. പ്രായേണ ശുഭകൃത് യഥാർക്കാത് വ്യതിരിച്ചേത ശുഭകൃത് യഥാർക്കാത് വ്യതിരിച്ചേത തദാദിവാദാഭ്രപ്രായാനാവൃഷ്ട്യാദി അഭ്രപ്രായ തദാദിവാദ അഭ്രപ്രായ അതിവാദ അതിവാദ. ആ വാക്കൊന്ന് എഴുതി വെച്ചേ. തദാ നീട്ടുണ്ടേ. തദാ അതിവാദ കൊടുങ്കാറ്റ് അതിവാദ. അത് നീട്ടില്ല കേട്ടോ. തദാ അതിവാദ. തദായ്ക്ക് നീട്ടുണ്ട്. തദാ പ്ലസ് അതിവാദ പ്ലസ് അഭ്രപ്രായ അനാവൃഷ്ടി ആദി. എഴുതിയോ? തദാ അതിവാദ അഭ്രപ്രായ. അത് നീട്ടില്ല. അഭ്രപ്രായ എന്നേ ഉള്ളൂ. അനാവൃഷ്ടി ആദി ഭയമാശംസതേ. അതിവാദ അഭ്രപ്രായ അനാവൃഷ്ടി ആദി ഭയമാശംസതേ. എഴുതിയല്ലോ, തെറ്റിക്കരുതേ. തഥാ അതിവാദ അഭ്രപ്രായ അനാവൃഷ്ടിയാദി ഭയമാശംസതേ. അനാവൃഷ്ടിയൊക്കെ നന്നായിട്ട് വായിക്കണം കേട്ടോ. അത ഊർധ്വം അങ്കാരഗോപി. ആ ഊർധ്വം എന്ന് 0 ഇട്ടിട്ട് മാ വെട്ടി അങ്കാരഗോപി എന്നൊന്നിച്ച്. യോജന ലക്ഷദ്വിതയ ഉപലഭ്യമാന ത്രിഭിസ്ത്രിഭി. ഉപലഭ്യമാന കഴിഞ്ഞ ക്ലാസ് വെട്ടിക്കളഞ്ഞിട്ട് ത്രിഭിസ്ത്രിഭി എന്നൊന്നിച്ച് വായിക്കാം. ത്രിഭിസ്ത്രിഭി പക്ഷൈർ ഏകൈകശോ രാശീൻ ദ്വാദശാനുഭുങ്ക്തേ യദി ന വക്രേണാഭിവർത്തത്തെ
യതി ന വക്രേണാഭിവർത്തതേ വക്രേണാഭിവർത്തതേ പ്രായേണ അശുഭഗ്രഹോഖശംസ. അഖശംസ എന്നാൽ ഒന്നിച്ച് വായിച്ചാൽ മതി. അത് ആ പ്രശ്ലേഷത്തിൻ്റെ അവിടെ ഒന്നും കാണിക്കണം. അശുഭഗ്രഹ പ്രായേണ അശുഭഗ്രഹ എന്നാക്കണം. പ്രായേണ കഴിഞ്ഞിട്ട് ആ ദീർഘമില്ലേ അത് വെട്ടിയിട്ട് അശുഭഗ്രഹ എന്നാക്കിയാൽ മതി. പ്രായേണ അശുഭഗ്രഹ. ശരിയായില്ലേ? ഹരി ഓം.